إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് തൗബയിൽ കൂടി കൃത്യമായി നമുക്ക് വരച്ചു കാണിച്ചു തരുന്ന ഒരു സത്യം യാഥാർത്ഥ്യം ഇത് എല്ലാ കാലത്തും എന്തിന്റെ ലോകത്തും പ്രസക്തമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആയത്ത് ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസികളെ ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല. ശേഷം അല്ലാഹു വിശദീകരിക്കുന്നു ഇന്ന കസീറൻ മിനൽ അഹ്ബാർ, പണ്ഡിതന്മാരിൽ നിന്നും ബഹുഭൂരിപക്ഷവും, ഇന്ന കസീറൻ വളരെ അധികം ആൾക്കാർ, നിശ്ചയമായും മിനൽ അഹ്ബാരി പണ്ഡിതന്മാരിൽ നിന്നും, മതപണ്ഡിതന്മാരിൽ നിന്നും, വറുഹ്ബാൻ പുരോഹിതന്മാരിൽ നിന്നും, മതപുരോഹിതന്മാരിൽ നിന്നും, ലയഅകുലൂന അംവാലന്നാസ് അവർ ജനങ്ങളുടെ സമ്പത്ത് ഭക്ഷിക്കുന്നു, ബിൽ ബാത്തിലി അനധികൃതമായ രൂപത്തിൽ, അല്ലെങ്കിൽ അന്യായമായ രൂപത്തിൽ, വ്യർത്ഥമായ രൂപത്തിൽ അവർ ജനങ്ങളുടെ സമ്പത്ത് തട്ടിയെടുത്തുകൊണ്ട് ഭക്ഷിക്കുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, വയസുദ്ദൂന അവർ തടയുന്നു, അൻ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവരെ തടയുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ കൂടി നമുക്ക് നൽകുന്ന സന്ദേശം? പണ്ഡിത പുരോഹിതന്മാരിൽ നിന്നും വലിയൊരു വിഭാഗം ജനങ്ങളെ പലതരത്തിലും അവരെ വഴികേടിലാക്കുകയും അവരുടെ സമ്പത്ത് അനധികൃതമായ രൂപത്തിൽ തട്ടിയെടുക്കാനുള്ള പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലുള്ള സമ്പത്ത് അനധികൃതമായി തട്ടിയെടുക്കുകയും അത് ബാത്തിലായ രൂപത്തിൽ അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, അവരെ ദീൻ പൊളിച്ചു കളഞ്ഞുകൊണ്ട് അവരെ നരകാവകാശികളാക്കി മാറ്റുന്ന രൂപത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് അതികഠിനമായ ഒരു പ്രവൃത്തിയാണ്. ഇതിൽ നിന്നും വിട്ടുനിൽക്കാൻ, ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ദുശക്തികളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.